അബി എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്? വിവേകിന്റെ കാര്യം തന്നെ. വിവേകിന്റെ ഡാഡിയുടെ സ്വാധീനം വെച്ച് ആരാധ്യക്ക് മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡർ എടുപ്പിക്കാമെന്നാണ് വിവേക് നമ്മളോട് പറഞ്ഞത്. ഞാൻ വേറെ വഴിക്ക് പാർട്ടി ലെവലിൽ നീങ്ങിയിരുന്നു. പക്ഷേ ഞാനിന്ന് പാർട്ടി ഓഫീസിൽ പോയപ്പോഴേ ആരാധ്യയുടെ കാര്യത്തിന് വേണ്ടി അവിടെ ഒരു ശ്രമം നടത്തിയാണെന്നും PSC ചെയർമാൻ അമ്പിലും വില്ലും അടുക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതാരാബി നമുക്ക് വേണ്ടി പാർട്ടി തലത്തിൽ ശ്രമിച്ചത്? അത് വേറെ ആരുമല്ല, ഒരു പഴയ കള്ളുകൂടിയും വക്കീല, അഡ്വക്കേറ്റ് പവിത്രൻ. ഈ കാര്യം സാധിച്ചാൽ പാർട്ടി ഫണ്ടിലേക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും കൊടുക്കാമെന്ന് അയാൾ പറയുന്നു. അത് മാത്രമല്ല, PSC അംഗങ്ങളെ സ്വാധീനിക്കാനും അയാൾക്കൊരു പരിപാടി ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടാതെ അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ചിലപ്പോ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി വിവേകായിരിക്കാം ഇതൊക്കെ ചെയ്തത്. അല്ല, വിവേകിന്റെ അച്ഛൻ ഇത്രയൊക്കെ സ്വാധീനം ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി? ഇത് തന്നെ എന്റെ സംശയം. ഞാൻ ആലോചിച്ചിട്ട് ഈ വിഷയത്തിൽ 2 സാധ്യതകളുള്ളത്. ഒന്നുകിൽ വിവേകും അനഘയും തമ്മിലുള്ള ബന്ധം അയാളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ വിവേക് ഡാഡി അധികം ഇൻവോൾവ് ചെയ്യിപ്പിക്കാത്തത്. അഭി പറഞ്ഞത് ശരിയാവാൻ വഴിയുണ്ട്. വിവേക് ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമല്ലേ, ഞങ്ങള് അങ്ങനല്ലല്ലോ. രണ്ടാമത്തെ സാധ്യത എന്താന്ന് അഭി പറഞ്ഞില്ല. അല്ല, ഇതെന്റെ ഒരു ഊഹം മാത്രമാണേ. വിവേക് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു. അതാണ് സത്യമെങ്കിൽ വിവേക് ഫ്രോഡാണെന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സാധ്യതയാണ് ശരിയെങ്കിൽ അനഘ ഒന്ന് സൂക്ഷിക്കണം. ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ അനഘയോട് സംസാരിക്കാം. താൻ തൽക്കാലം അവളോടൊന്നും വിട്ടു പറയണ്ട. ഇനിയിപ്പോ നമ്മുടെ ഊഹങ്ങളാണ് തെറ്റിയതെങ്കിൽ അത് പിന്നീട് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ഞാൻ സൂക്ഷിച്ചോളാം അബി. ഇതിനേക്കാൾ പ്രധാനമായി തീരുമാനമെടുക്കേണ്ട മറ്റൊരു വിഷയം അഖിലയുടെ കാര്യമാണ്. നിസ്സാരമായ കാര്യങ്ങൾ അവർ തമ്മിലുള്ള ഈ പ്രണയകലഹങ്ങൾ ഒഴിവാക്കാൻ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. നമുക്ക് പറ്റുമെങ്കിൽ നാളെ തന്നെ സഹദേവമാവനെ കണ്ട് സംസാരിക്കാം. അവിടെ പോവാനും മാമനെ കാണാനും സംസാരിക്കാനോ ഒന്നും ഒരു വിഷമവും ഇല്ല. പക്ഷേ ദിവ്യപ്രഭയ്ക്ക് നമ്മളെ കാണുന്നത് തന്നെ ചതുർത്ഥിയാ. നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. നാളെ തന്നെ സഹദേവമാവന്റെ വീട്ടിൽ പോയി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. നീ എങ്ങോട്ടാ? ഒന്ന് പുറത്തോട്ട് വരാൻ പ്രതീക്ഷ. വിവേകിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. വിവേകിനെ എനിക്കൊന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇന്നോ? ഇന്ന് വേണമെന്നില്ല, പക്ഷെ അധികം വൈകാതെ എനിക്ക് വിവേകിനെ ഒന്ന് കാണണം. എന്താ ചേച്ചി കാര്യം? അല്ല, നമ്മളാരും ഇതുവരെ വിവേകിന്റെ വീട്ടുകാരെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? അവരെയൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് പോലും വിവേക് ഇതുവരെ സാധിച്ചു തന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ തന്നെ അവന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി പോകേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഏയ് വേണ്ട, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല. വെറുതെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ നിൽക്കണ്ട. അമൃതേശി വിചാരിക്കുന്ന ടൈപ്പ് അല്ല വിവേക്. അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആവണമെന്നില്ല. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിൽ ചെന്ന് കയറിയാലും പോയ പോലെ തന്നെ ഒരു കേടും കൂടാതെ തിരിച്ചു വരും. വെറുതെ തർക്കിക്കണ്ട. സ്നേഹിക്കുന്ന സമയത്ത് എല്ലാവർക്കും അവരവരുടെ ആളുകളെ കുറിച്ച് അങ്ങനെയൊക്കെ തന്നെയാ തോന്നുക. സുമേഷിനെ കുറിച്ച് ഞാൻ മുൻപ് കരുതിയതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. എന്നിട്ട് ആളുടെ തനിനിറം വെളിച്ചതായത് പിന്നെയല്ലേ. വിവേക് ഒരിക്കലും അങ്ങനെ ആവില്ല. ആയിക്കോട്ടെ, എന്നാലും നീ അവന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോണ്ട, അത്ര തന്നെ. വിവേകിന്റെ വീട്ടുകാർ വലിയ ആളുകളല്ലേ. നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആളുകളുടെ അടുത്ത് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാവും അച്ഛനമ്മയൊക്കെ പരിചയപ്പെടുത്താൻ വിവേക് മടി കാണിക്കുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും കൂടെ ഒരു ദിവസം അങ്ങോട്ട് പോയി അവരെ കാണാം. എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാം. ചേച്ചി സമാധാനമായിട്ടിരിക്കും. ഇന്ന് തന്നെ ഇക്കാര്യം ഞാൻ വിവേകിനോട് സംസാരിക്കാം. അവനതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. സത്യം പറഞ്ഞാ
ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത് എന്റെ കാര്യത്തിലല്ല, അഖിലയുടെയും ആകാശേട്ടന്റെയും കാര്യത്തിലാ. അത്യാവശ്യമായിട്ട് ഇടപെടേണ്ടതും തീരുമാനം എടുക്കേണ്ടതും ആ വിഷയത്തിലാ. ഞാനും അഭിയും കൂടെ എന്തായാലും ആകാശിനെ ഒന്ന് പോയി കാണാൻ വേണ്ടി ഇരിക്കുക. ആണോ? അത് നന്നായി. എപ്പോഴാ പോകുന്നേ? അധികം വൈകില്ല. തൽക്കാലം നീ ഈ കാര്യം അഖിലയോടും ആരാധയോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. പോയിട്ട് വാ. ശരി ചേച്ചി. ശരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.